സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക നിർമ്മിക്കുന്ന തിരക്കിലാണ് കുറച്ച് വീട്ടമ്മമാർ. 2022 വീടുകളിൽ തന്നെ ദേശീയ പതാക നിർമ്മിച്ചു തുടങ്ങിയ ഇവർക്ക് നിലവിൽ ഒരു യൂണിറ്റുമുണ്ട്. ദേശീയ പതാക നിർമ്മിക്കുവാനുള്ള ഉത്തരവാദിത്തത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഈ വീട്ടമ്മമാർ പറയുന്നു. 2022 ഹർഘർ തിലകിനോടനുബന്ധിച്ച് കുറച്ച് വീട്ടമ്മമാർ ചേർന്ന് അവരുടെ വീടുകളിൽ തന്നെ ദേശീയ പതാകകൾ നിർമ്മിച്ചു തുടങ്ങി. നിലവിൽ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആയിരക്കണക്കിന് ദേശീയ പതാകകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ആ വീട്ടമ്മമാർ. നിർമ്മിക്കുന്നത് ദേശീയ പതാകയാണ്. ചെറിയ പിഴവുകൾ പോലും സംഭവിക്കുന്നത് നിയമപരമായി ശിക്ഷാർഹമാണ്. അളവ് കൃത്യമാക്കി തുണി മുറിച്ചെടുക്കുന്നത് മുതൽ വിപണിയിലെത്തിക്കുന്നത് വരെ പതാകയുടെ സൂക്ഷ്മമായ എല്ലാ പ്രത്യേകതകളും ശ്രദ്ധിച്ചാണ് നിർമ്മിക്കേണ്ടത്. അതിനാൽ കഴിഞ്ഞ 2 വർഷത്തേതുപോലെ തന്നെ തിരക്കുകൾക്കിടയിലും അതീവ ജാഗ്രതയിലാണിവർ. 2022 ആദ്യമായിട്ട് നമ്മൾ പതാകയുടെ വർക്കിൽ വരണത്. അത് നമുക്ക് എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷൻ വഴിയായിരുന്നു ആ വർക്ക് കിട്ടുന്നത്. അതൊരു ടൈലറിംഗ് കൺസോർഷ്യത്തിന്, എറണാകുളം ജില്ലയുടെ കീഴിൽ വരുന്ന ടൈലറിംഗ് കൺസോർഷ്യത്തിനായിരുന്നു വർക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയായിരുന്നു നടന്നത്. നമ്മൾ പുറത്തുനിന്ന് തുണിയെടുത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് യൂണിറ്റുകൾക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെക്കിങ്ങും പാക്കിങ്ങും ഒക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 22 തന്നെ നമ്മളിത് ചെയ്യുന്നത് നമുക്ക് ന്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പല ഷോപ്പുകാരും നമ്മളെ സമീപിച്ച് വാങ്ങിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നത്തെ വർഷങ്ങളിൽ അവർ തന്നെ നമ്മളെ ആ സമയത്ത് ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ വിളിച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച് ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാറുണ്ട്. കൂടുതലും ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. 22 ഞങ്ങൾ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള വർക്കുകൾ നമ്മൾ ഒറ്റയ്ക്ക് എടുത്തിട്ടായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ വർക്കുകളായിരുന്നു. അത് നമ്മൾ അന്വേഷിച്ച് വന്നിട്ട് കൊടുത്ത് അങ്ങനെ വന്ന വർക്കുകളായിരുന്നു. ഒരു ജൂലൈ 30 ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം കൊടുക്കാനുള്ളവരുടെയൊക്കെ ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാകും. ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഷോപ്പിലേക്ക് എല്ലാവരും എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ആദ്യം വീടുകളിൽ തന്നെയായിരുന്നു നിർമ്മാണം. പിന്നീട് യൂണിറ്റിനായി തന്നെ ഒരു കെട്ടിടം നിർമ്മിച്ചു. തിരക്കുകളേറുന്ന നേരം കൂടുതൽ വീട്ടമ്മമാരെയും ഉൾക്കൊള്ളിച്ച് മുന്നേറുകയാണ് കളമശ്ശേരിയിലെ ക്രിസ്റ്റൽ അൾട്രാടെസ്റ്റ്. ഇത് ദേശീയ പതാകയാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം മനസ്സിനകത്തുണ്ട്. വരും വർഷങ്ങളിൽ ഇതൊന്ന് വിപുലീകരിച്ച് കൊണ്ടുവരണം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് നമ്മുടെ തന്നെ പ്രോഡക്റ്റ് ഇവിടെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജുബൈനയുടെ നേതൃത്വത്തിൽ ഗിൽഡ, ബിന്ദു, ആയിഷ, സുഫീന, റഹല തുടങ്ങിയവരാണ് പതാക നിർമ്മിക്കുന്നത്. ജുബീനയുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണയുമുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി യൂണിറ്റ് വിപുലീകരിക്കാനാണ് തീരുമാനം. ഏതൊരു കാര്യവും തുടങ്ങി വെക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കഠിനാധ്വാനവും ഇച്ഛാശക്തിയും മാത്രമല്ല, സഹകരണ മനോഭാവവും കൂടി വേണമെന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീട്ടമ്മമാർ. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹ മോൾ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.